ബാഹുബലി എന്ന ചിത്രത്തിലൂടെ ലോക സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് പ്രഭാസ്. വളരെ ഷൈ ആയിട്ടുള്ള നടനായ പ്രഭാസ് ഈ ഉയരം ചാടിക്കടന്നത് ആഗ്രഹം കൊണ്ടാണ്. ആ ആഗ്രഹം പ്രഭാസിനുണ്ടായത് എവിടെ നിന്നാണെന്നറിയാമോ? ഒരു തെലുങ്ക് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ബാഹുബലി ചിത്രത്തിന് ദേശീയ പുരസ്കാരം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കവെയാണ് പ്രഭാസ് സത്യം പറഞ്ഞത്. ഒരു നടനാവാൻ ആഗ്രഹിച്ചത് മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ദേശീയ പുരസ്കാരം വാങ്ങുന്നത് കണ്ടിട്ടാണെന്ന് പ്രഭാസ് പറഞ്ഞു. 1998 മമ്മൂട്ടിക്കായിരുന്നു മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. ജബ്ബാർ പട്ടേൽ സംവിധാനം ചെയ്ത ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു പുരസ്കാരം. അന്ന് ചില പ്രധാന കേന്ദ്രങ്ങളിൽ മാത്രമേ ഈ ചിത്രത്തിന് പ്രദർശനം ഉണ്ടായിരുന്നുള്ളൂ. 1998 അംബേദ്കർ സിനിമ റിലീസ് ചെയ്യുമ്പോൾ പ്രഭാസിന് 19 വയസ്സാണ് പ്രായം. തൊട്ടടുത്ത വർഷം ദേശീയ അവാർഡ് ദാന ചടങ്ങുകൾ കാണാൻ പ്രഭാസിനും സുഹൃത്തുക്കൾക്കും കുറച്ച് പാസുകൾ കിട്ടി. ഡൽഹിയിൽ കറങ്ങാനും അവാർഡ് ദാന ചടങ്ങുകൾ നേരിട്ട് കാണാനും പ്രഭാസ് കൂട്ടുകാരോടൊപ്പം ഡൽഹിയിലെത്തി. പ്രഭാസ് ആദ്യമായി മമ്മൂട്ടിയെ നേരിട്ട് കാണുന്നത് ആ പുരസ്കാര ദാന ചടങ്ങിൽ വെച്ചായിരുന്നു അത്രേ. ഒരു നാഷണൽ ഹീറോ ഇമേജുമായി തിളങ്ങിയ മമ്മൂട്ടിയിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങണമെന്നും ഒപ്പം നിന്ന് ഫോട്ടോകൾ എടുക്കണമെന്നും സിനിമയെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കണമെന്നും ഒക്കെ പ്രഭാസിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ തിരക്കുകൾ കാരണം കഴിഞ്ഞില്ല. അന്ന് 300-ലധികം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞ മമ്മൂട്ടി അവാർഡ് നൽകാൻ വേദിയിലേക്ക് വിളിച്ചപ്പോൾ പലരും കരുതിയത് വളരെ പ്രായമുള്ള വാർദ്ധക്യം ബാധിച്ച നടനായിരിക്കും മമ്മൂട്ടി എന്നാണ്. പക്ഷേ യുവത്വം തിളങ്ങി വിളങ്ങുന്ന മമ്മൂട്ടിയെ കണ്ട സദസ്യർ അമ്പരന്നു. അംബേദ്കറായി അഭിനയിച്ച മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ സദസ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നു. പ്രഭാസ് ഓർമ്മിക്കുന്നു, ഒരു നടനായി അറിയപ്പെടണമെന്നും ഒരിക്കൽ ലോകമറിയപ്പെടുന്ന കലാകാരനായി മാറണമെന്നും ഒടുങ്ങാത്ത മോഹം തന്നിലുണ്ടാക്കിയത് അന്നത്തെ ആ കാഴ്ചയും മമ്മൂട്ടിയുമാണ് എന്ന് പ്രഭാസ് വെളിപ്പെടുത്തി. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടീം.